ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനത്തിനെ കുറിച്ച് പറയാനാണ് കേട്ടോ. ഇത് നമ്മുടെ സ്കിൻ കെയറിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഇത്. അപ്പോൾ അത് എന്താണ്? ഗ്ലിസറിൻ കേട്ടോ. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് സംസാരിക്കാം അല്ലേ. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നു എന്നല്ലാതെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയത്തില്ല. അപ്പം എനിക്കറിയുന്ന അറിവ് വെച്ച് ഞാൻ കുറച്ചൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഓടിപ്പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരണം കേട്ടോ. അപ്പോൾ പോയാലോ. അപ്പോൾ ഫസ്റ്റത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്ലിസറിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലീനിങ് എഫക്റ്റ് കിട്ടും കേട്ടോ. ഒരു ക്ലീനിങ് ആൻഡ് ഹൈഡ്രേറ്റിങ് അങ്ങനെയൊക്കെ ആയിട്ട് ഒരു എഫക്റ്റ് തരുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ ഗ്ലിസറിന്. അതേപോലെ തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് പോലെ തരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഗ്ലിസറിൻ. പലരും പറയുന്ന കേൾക്കാം ഓയിലി സ്കിന്നിന് ഗ്ലിസറിൻ യൂസ് ചെയ്യാൻ പാടില്ലാണ്. പക്ഷെ അങ്ങനെയില്ല. അതൊരു വലിയൊരു പ്ലസ് പോയിൻ്റ് ആണ്. ഓയിലി സ്കിന്നിനും ഇത് യൂസ് ചെയ്യും. ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരിക്കലും ഓയിലി ആക്കില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വെള്ളം കുടിക്കൂല. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്നത് എന്തിനാ? നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യും ഇല്ലേ? വെള്ളം നമ്മുടെ ബോഡീനെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലത്തെ ഒരു എഫക്റ്റ് തന്നെയാണ് നമുക്ക് ഈ ഗ്ലിസറിനും നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗ്ലിസറിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ഹൈഡ്രേഷൻ. അത് നമ്മുടെ ഫസ്റ്റത്തെ. രണ്ടാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോയ്സ്ചറൈസർ അല്ല എന്തായാലും, അതിന് പകരമായിട്ട് നമുക്ക് മോയ്സ്ചറൈസിങ് എഫക്റ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നിനെ ഒന്ന് പ്ലംബിയൊക്കെ ആയിട്ട് നല്ല സോഫ്റ്റ് ആക്കി ഇരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലിസറിൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ ഫേസിന് മാത്രമല്ല, നമ്മുടെ നെക്കിലാണെങ്കിലും നമ്മുടെ ഹാൻഡിൽ ഇല്ലെങ്കിൽ നമ്മുടെ എൽബോസിൽ അങ്ങനെ നമ്മുടെ ബോഡിയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഗ്ലിസറിൻ തേക്കാം കേട്ടോ. ഇവൻ സ്ട്രെച്ച് മാർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വരെ നമുക്ക് തേക്കാവുന്നതാണ് കേട്ടോ. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആക്നി ഇല്ലേ, ആക്നീനെ ഒന്ന് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്നി മാർക്കിനെ ഒന്ന് കുറച്ച് അതിൻ്റെ ഒരു ഡാർക്ക്നെസ് ഒക്കെ ഒന്ന് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് ഇത് ഫുള്ളായിട്ട് അതായത് വെട്ടിത്തിളങ്ങും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ മാർക്കൊക്കെ നമ്മുടെ ഈ ബ്ലാക്ക് മാർക്കൊക്കെ വന്നിട്ടുണ്ടാവില്ലേ ഈ പിമ്പിൾസിൻ്റെ ഒക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്ലിസറിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗ്ലിസറിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്ലിസറിൻ മാത്രമായിട്ട് യൂസ് ചെയ്യാം. അത് പക്ഷേ കുറച്ച് ചെറിയൊരു എമൗണ്ടിൽ മാത്രം എടുത്തിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഗ്ലിസറിനും റോസ് വാട്ടറും. അതായത് ഗ്ലിസറിൻ എത്രയാണോ എടുക്കുന്നത് അത്ര തന്നെ റോസ് വാട്ടർ എടുത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ തേക്കുന്നതായിരിക്കും എല്ലാവരും ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡും കൂടി ഉണ്ട്. അതാണ് കേട്ടോ മൂന്നാമത്തെ മെത്തേഡ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്രീം ഉണ്ടല്ലോ, നമ്മൾ ഫേസിൽ അതായത് ഫേസ് വാഷ് കഴിഞ്ഞിട്ട് നമ്മൾ മോയ്സ്ചറൈസർ ഇടുമല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഗ്ലിസറിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നൈറ്റ് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഗ്ലിസറിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് മേലെ കൂടെ നമ്മൾ എന്തായാലും ഒരു സൺസ്ക്രീൻ എന്തായാലും ഇടണം. അല്ലെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ ഇടും, എന്നാലും ഗ്ലിസറിൻ ഇടുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നമ്മൾ നന്നായിട്ടൊരു കോട്ട് സൺസ്ക്രീൻ ഇടണം കേട്ടോ. സമയത്ത് ഗ്ലിസറിൻ തേക്കുന്നതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ടാൻ അടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം അഥവാ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഗ്ലിസറിൻ കൂടെ ആഡ് ചെയ്തിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തേക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പെർഫെക്ഷൻ കിട്ടും കേട്ടോ. അപ്പോൾ ഈ 3 മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തൊന്ന് യൂസ് ചെയ്ത് നോക്കി നോക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെയൊക്കെ റിസൾട്ട് കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ.